ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സുവോളജി പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ആണ്. ഞാൻ സുവോളജി എക്സാമിന് പ്രാക്ടിക്കൽ ചെയ്യാനായിട്ട് ലാബിനകത്ത് കയറി ഞാൻ അവിടെ ഇരുന്ന് എനിക്കങ്ങ് ഭയങ്കര ടെൻഷൻ. ഞാൻ കണ്ടിട്ടില്ലാത്ത ആ ടീച്ചറിനെ കണ്ടപ്പോഴത്തേക്കിന് ഞാൻ ആകെ ഡൗൺ ആയി. എനിക്ക് ഭയങ്കര പേടിയായി തുടങ്ങി. എൻ്റെ കൂടെ ഇരിക്കുന്ന കൊച്ചും പറഞ്ഞു, എടി എനിക്ക് പേടിയാവുമെന്ന് എനിക്കറിയത്തില്ല, ഇനി എന്തോ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് പേടിച്ച് വരച്ചുകൊണ്ടിരിക്കുക. ഈയൊക്കെ അങ്ങ് കിടന്ന് വരയ്ക്കുക. അപ്പം പിന്നെ സാറ് പറഞ്ഞു, ഇനി ക്വസ്റ്റ്യൻ പേപ്പർ തരും, അതിനകത്ത് ആരും പേനയും കൊണ്ടൊന്നും എഴുതരുത്, അടുത്ത ബാച്ചിന് കൊടുക്കാനുള്ള സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം ഞങ്ങളോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ടീച്ചർ എണീറ്റ് നിന്നിട്ട് ഓരോന്ന് പറഞ്ഞു തന്ന് അതുപോലെ ചെയ്യണം. അങ്ങനെയൊക്കെ ടീച്ചർ പറയുന്നതാണ് നമ്മൾ അതിനകത്ത് എഴുതേണ്ടത്. പടം വരയ്ക്കേണ്ടതായാലും ടീച്ചർ പറയുന്നത് പടമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. പിന്നെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യത്തില്ലേ, ചീക്ക് സെല്ലോർ പിന്നെ ബ്ലഡ്, അതിനകത്തും ടീച്ചർ പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർച്ച്, ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, അതിനകത്ത് എനിക്ക് കിട്ടിയത് സ്റ്റാർച്ചാണ്. അതും ടീച്ചർ പറയും ഏതാ നിങ്ങൾ ചെയ്യേണ്ടതെന്ന്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നു, ക്വസ്റ്റ്യനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ടീച്ചർ ഒന്നേ പറയും നമ്മുടെ ഹിൻഡ് ജോയിൻ്റാണ്, എൻ്റെ ലൊക്കേഷൻ എഴുതണം, അത് മാത്രം എഴുതിയാൽ മതി. പിന്നെ ആദ്യമേ തന്നെ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് എഴുതണ്ടേ. പിന്നെ ടീച്ചർ ഫസ്റ്റ് ബെഞ്ചിലൊക്കെ ഇരുന്നവരെ ഒന്നൊന്നായിട്ട് ഐഡൻറ്റിഫിക്കേഷന്, സ്പോട്ടിങ്ങിന്, പിന്നെ സൊല്യൂഷൻസ് ചെയ്യാൻ, പിന്നെ ചീക്സ് എല്ലാം എടുക്കാനായിട്ട് വിളിച്ചു തുടങ്ങി. ബാക്കിയുള്ളവർ അവിടെ ഇരുന്ന് ചീക്സ് എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയഗ്രാം വരയ്ക്കണം, അത് ലേബിൾ ചെയ്യണം. 1-2 പാർട്സ് നമ്മൾ എന്തായാലും ലേബിൾ ചെയ്ത് വെച്ചേക്കണം. ഇപ്പോൾ ഒന്ന് തെറ്റാണെങ്കിൽ അതിൻ്റെ താഴെ ഉള്ളതിന് മാർക്ക് കിട്ടുമല്ലോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എനിക്ക് ഞങ്ങളുടെ ബാച്ചിന് ഫ്രോഗാണ് കിട്ടിയത് വരയ്ക്കാനായിട്ട്. ഞങ്ങൾ ഫ്രോഗ് വരച്ചു, ലേബിൾ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോകുന്നുണ്ട് ഇങ്ങനെ ഐഡൻറ്റിഫിക്കേഷന്, ചീക്ക് ചെയ്യാൻ. എനിക്ക് ഐഡൻറ്റിഫിക്കേഷന് കിട്ടിയത് എർത്ത് വാമ കിട്ടിയത് ഇൻവെർട്ടിബ്രേറ്റ് ആനിമലിനകത്ത്. പിന്നെ വെർട്ടിബ്രേറ്റ് ആനിമലിനകത്ത് എനിക്ക് പീജനാണ് കിട്ടിയത്. പിന്നെ ഫ്രോഗിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ, പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് മോഡൽ ഓഫ് ഹ്യൂമൻ ഓർഗൻസ്, അതിനകത്ത് എനിക്ക് ആണ് ഇട്ടത്. അതിൽ റെറ്റിന, ഞങ്ങൾക്ക് റെറ്റിനയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ മസിൽസ്, നോൺ സ്ട്രയേറ്റഡ് മസിൽസ്, സ്മൂത്ത് മസിൽസ്. TS കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓവറി ആയിരുന്നു. പിന്നെ ജോയിൻ്റ് ആയിട്ട് കിട്ടിയത് എനിക്ക് ഹിൻഡ് ജോയിൻ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അത് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് എഴുതണം. നീ എൽബോയ്, അത് ഞാൻ എഴുതി. അത് കഴിഞ്ഞ് സൊല്യൂഷൻസ് ചെയ്തു, പിന്നെ ചീക്സ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് ഡിസീസസ് അല്ല ചോദിച്ചത്, ഞങ്ങൾക്ക് അനാലോഗസോ ഹോമോലോഗസോ ഏതാണെന്ന് വെച്ചാൽ അത് തിരിച്ചറിഞ്ഞ് എഴുതാനാണ് ചോദിച്ചത്. എനിക്ക് ഞങ്ങളുടെ ബാച്ചിന് അനാലോഗസ് ആണ് കിട്ടിയത്. പിന്നെ അതിനെക്കുറിച്ചുള്ള എക്കണോമിക് ഇമ്പോർട്ടൻസ് എഴുതി വെച്ചു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വൈവ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സൊല്യൂഷൻസ് ചെയ്യത്തില്ലേ, ആ സമയത്തായിരുന്നു ഞങ്ങൾക്ക് വൈവ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഏത് സൊല്യൂഷനാണ് ഒഴിക്കുന്നത്, ഗ്ലൂക്കോസിന് ഏതാണ് വേണ്ടുന്നത്, പ്രോട്ടീൻ ഏതാണ് വേണ്ടത്, അത്രയാണ് എന്നോട് ചോദിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.